ഹലോ ചക്കരകളെ, എന്തുണ്ട് വിശേഷം? ഇന്ന് അക്ഷയ തൃതീയായിട്ട് എല്ലാവരും അമ്പലത്തിൽ പോയോ? എല്ലാവരും സ്വർണം വാങ്ങിയോ? എന്തെടുത്തെല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടും. സ്വർണം എന്തെങ്കിലുമൊക്കെ വാങ്ങിയവരുണ്ടോ? വെള്ളിയാണെങ്കിലും വാങ്ങിയാൽ മതിയെന്നാ, സ്വർണം തന്നെ വാങ്ങണമെന്നൊന്നുമില്ല. ഇതൊക്കെ ഇന്നലെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഞാൻ പറഞ്ഞില്ല, ഇത് ഈ സംഭവത്തിൻ്റെ പുറകെയുള്ള ഓട്ടം അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കിതൊന്നും നിങ്ങളോട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഒന്നും സംസാരിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. വേറെ വേറെ ചിന്തകൾ, അടുത്ത എന്ത് ലിസ്റ്റ് എടുത്ത് വെച്ചാണ് ഓരോ കാര്യം ചെയ്യുന്നത്. ലാസ്റ്റിന് എനിക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം ഇതിന്. അപ്പോൾ അതിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ക്ലൗഡ് കിച്ചൺ നടത്തിയ പോലെ അല്ല ഇത്. അച്ചാർ കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ കുറേ കടമ്പകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് ലൈസൻസ് കുറേ പാടാണ് ഇതൊക്കെ കിട്ടി വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പുറകെയുള്ള ഓട്ടത്തിൽ അത് ഞാൻ ഒറ്റയ്ക്കല്ലേ, എല്ലാവർക്കും ആണുങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ കാണും. ഇത് ബോവൻ അവിടെ കിടക്കുമല്ലേ. ബോവൻ ഇത് ഇവിടുന്ന് അവിടെയിട്ട് കൊണ്ടുപോകുന്ന ബിസിനസ്സിലേക്ക് ഉള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇമ്പോർട്ട് ചെയ്യാനുള്ള. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഓർഡറൊക്കെ ഇഷ്ടംപോലെ ദൈവം അനുഗ്രഹിച്ച് വരുന്നുണ്ട്. പിന്നത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണ്, പിന്നെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്തവർക്ക് ഈ മാസം 5-ാം തീയതിക്കുള്ളിൽ സാലറി കൊടുക്കണം. അവർക്ക് സാലറിയൊക്കെ സെറ്റായി കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ നമ്മുടെ ഡ്രൈവർ സാരഥിക്ക് കൊടുത്തു. എൻ്റെ കൂടെ ഒരു ആളുണ്ട്, അവർ നാളെ വീഡിയോയിൽ കാണിക്കുക. അവനാണ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും. നമുക്ക് നന്ദി വേണമല്ലോ അതിനല്ലേ. അപ്പോൾ അവനും പറയണമല്ലോ, അവൻ തലേം തിരിഞ്ഞിരിക്കുന്നവന് നാണം വീഡിയോ വരാൻ. ഒരു കണ്ണൂർക്കാരൻ ഇക്കായാണ്, എൻ്റെ അനുമോളുടെ പ്രായമുള്ളു. കൊച്ചനാണ് എല്ലാവരും എൻ്റെ കൂടെ വന്ന എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് ഇറങ്ങി എനിക്ക് ചെയ്തു തന്നത്. പേരെന്തോടെ എൻ്റെ സജീർ എന്നാണ് അവൻ്റെ പേര്. പിന്നെ സജീറാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. പിന്നെ എന്ത് പറയാനുള്ളത് കാര്യപ്പാ. പിന്നത്തെ പറയേണ്ട കാര്യം, ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്നു ഒറ്റയ്ക്ക് ആണെങ്കിലും എനിക്കിത് ചെയ്യാനുള്ളൊരു ധൈര്യം, ഇത് നമുക്കൊരു വിദ്യാഭ്യാസമോ അറിവോ പാണ്ഡിത്യമോ ഒന്നും വേണമെന്നില്ല. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനൊരു സംരംഭം തുടങ്ങണമെന്ന് വെച്ചാൽ ധൈര്യമാണ് ആദ്യം വേണ്ടത്. ഇത് ഞാൻ പറയുന്നില്ല, ഞാൻ നല്ല പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയ ഒരു ആത്മവിശ്വാസവും ഒരു എന്താ പറയുന്ന നമ്മുടെ അനുഭവിച്ചു വന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പാഠവും ഉൾക്കൊണ്ടിട്ടാണ് നമുക്കിത് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടിയത്. അപ്പം കഷ്ടപ്പാടും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ വരുന്നത് നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഭാവിയിൽ ചെയ്യാൻ മികച്ച ഇതായി തീരാനുള്ള ഒരു പടിയായിട്ട് നിങ്ങൾ കാണാവുള്ളൂ കേട്ടോ, പാഠമായിട്ട് നിങ്ങൾ കാണാവുള്ളൂ. ഇപ്പം ഞാൻ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരു 10 വർഷം മുമ്പ് 5 വർഷം മുമ്പ് ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ പെട്ടെന്നാണ് പോകുമ്പോഴേക്കും എനിക്ക് ചെയ്യണത്. ഇങ്ങനെ യൂട്യൂബിൽ വന്ന് നിങ്ങളെയൊക്കെ പരിചയപ്പെടാം. മനസ്സിലാക്കണം, എനിക്കൊരു 5 വയസ്സായി, എൻ്റേന്ന് പറഞ്ഞാൽ ഏകദേശം കുറച്ച് വയസ്സേ ഉള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ യൂട്യൂബിലുള്ള ഈ മഹാസാഗരത്തിൽ നിന്ന് ഞാൻ സമ്പാദിച്ച എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നാണ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, എൻ്റെ മുഖമൊന്ന് കാണാത്തവർ, എന്നെ വീഡിയോ മാത്രം കണ്ടിട്ടുള്ളൂ, എനിക്ക് പൈസ ഇട്ട് തന്നിട്ടാണ് ഞാനിത് തുടങ്ങി സിംഗു. അപ്പോൾ അവരുടെ ലാഭവിഹിതം ഞാനവർക്ക് കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷെ അതുകൊണ്ടല്ല, എന്നെ വിശ്വസിച്ച് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് തരാം, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഇത്രയും പേര് എന്നെ ഹെൽപ്പ് ചെയ്ത് ഇപ്പോഴും ഡെയിലി നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. ഇപ്പോൾ വേണ്ടെന്ന് പറയാനും കേൾക്കത്തില്ല. അപ്പോൾ അത്രയ്ക്ക് നമ്മളതുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട്. അത് ഞാൻ നിർത്തിയില്ല അതുകൊണ്ട്. കാരണം നമുക്ക് വീണ്ടും അടുത്തൊരു ഇപ്പോൾ ഈ ബിസിനസ് ഇപ്പോൾ ഈ ആഴ്ച കൊണ്ട് ക്ലോസ് ചെയ്യുവാണ്. ഇത് പിന്നെ ഈ റണ്ണിങ്ങിലൊക്കെ നടന്നോളൂ. ഇഷ്ടംപോലെ ഓർഡർ പെൻഡിങ് കിടക്കും എനിക്ക്. അപ്പോൾ ഓർഡറുണ്ട് എനിക്ക്. എങ്ങനെ പോയാലും നമുക്കൊരു 10,500 പാക്കറ്റ് അല്ലേ നമുക്ക് ഇറക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കുന്നില്ല നമ്മൾ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി ഞാൻ പേരൻറ്റിൽ പണ്ട് പോലൊരു സാക്ഷാത്കാര സ്വപ്നമായിരുന്നു. എനിക്കൊരു ഗോൾഡ് കട ഇടണം, ഒരു സ്വർണ്ണക്കട ഇടണം. ഞാൻ അതിലേക്കുള്ള ചുവടുവെപ്പിന് ഉറച്ചു. കാരണം എനിക്ക് ഇതിൽ നിന്ന് കുറേ പേര് തന്ന പൈസയിൽ നിന്ന് എനിക്ക് മുഴുവൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ എനിക്ക് അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതും ആയിട്ട് നമ്മളൊരു യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ എനിക്ക് കൃത്യമായി എൻ്റെ കൂടെ വന്ന് എല്ലാവർക്കും സാലറി കൊടുക്കാൻ പറ്റും, എനിക്ക് സുഖമായി ജീവിക്കാനും പറ്റും. നിങ്ങളെപ്പോലെ തന്നെ സാലറിയാണ് ഞാനും മേടിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റൊക്കെ നിന്ന് കൃത്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് ലീഡിങ്ങിന് നമുക്ക് നല്ല അഡ്വക്കേറ്റിനെയൊക്കെ വെച്ച് നല്ല സന്തോഷത്തോടെ നമ്മൾ കാര്യത്തിന് അന്നുള്ള കണക്ക് വരവ് അന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം നമ്മളിത് ബിൽഡിങ്ങൊക്കെ എടുത്ത് എഗ്രിമെൻ്റൊക്കെ കഴിഞ്ഞ് ഇനി അതിലേക്ക് മിഷനറികൾ കൊണ്ടുവരികയാണ്. അടുത്ത ദിവസം നമുക്ക് ഒറ്റയ്ക്ക് ഈ സ്ത്രീകൾക്കൊന്നും കൈവേദന എടുക്കും. അതുകൊണ്ട് അരിഞ്ഞ് വെക്കുന്ന കംപ്ലീറ്റ് സാധനം പച്ചക്കറികളെല്ലാം നമുക്ക് പാകവാക്കുന്ന നല്ല മെഷീനൊക്കെ ഉണ്ട്. ആ മെഷീൻ മേടിക്കണം. അതിനെല്ലാം 1.5-2 ലക്ഷം രൂപയുടെ വലിയ വലിയ മെഷീനുകളാണ്. അതെല്ലാം മേടിക്കണം. നമുക്ക് പാക്കറ്റിലാക്കി തരുന്നതിന് വരെ നമുക്ക് ഈ കുപ്പിയിലൊക്കെ ആക്കി തരത്തില്ലേ, അതിന് 200 ഗ്രാമിൻ്റെ കുപ്പികൾ, 200 ഗ്രാമിൽ നമുക്ക് ചെയ്യണം. 200 കുപ്പി വെച്ച് കൊടുത്താൽ മതി, നിറഞ്ഞോളും. അതുപോലെ 400 ഗ്രാമിൻ്റെ കുപ്പി വെച്ച് കൊടുത്താൽ നിറഞ്ഞു. ഇതൊക്കെ ടെക്നിക്കലല്ലേ, എന്തൊരു ഭാഗ്യം, എന്തൊരു ഉപകാരമായിപ്പോയി. ഓക്കെ, ഇന്ന് ഞാൻ ബാങ്കിലൊക്കെ പോയപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ
ഈശ്വരാ, എനിക്ക് കുറേ പേര് കൈ പൈസ തന്നിട്ടുണ്ട്. ഞാനത് എണ്ണി എനിക്കാണെങ്കിൽ ആ കണക്കിന് മുട്ടയില്ലാതെ ഒന്നും വാങ്ങിയിട്ടില്ല. എണ്ണിയത് പിന്നെ എണ്ണും. എൻ്റെ എണ്ണി ഞാൻ മരിച്ചില്ല. ആദ്യമേ ബാഗ് വിളിച്ച ചേട്ടാ എനിക്ക് സാറേ ഒന്ന് എണ്ണിത്തരുവാന്ന് വെച്ചു. അല്ല, എൻ്റെ ഓരോ കാര്യത്തിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അല്ല ഇതൊക്കെ നമ്മളെ ആദ്യം സംഭവമല്ലേ ഇതൊക്കെ. ഞാൻ ഇത്ര പൈസ ഒന്നും അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിന് മുമ്പൊക്കെ ഇങ്ങനെയൊന്നും അല്ല ഞാൻ. എനിക്ക് എന്തോ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് വന്നിട്ടില്ല. നമുക്ക് പ്രായത്തിൻ്റെ പക്വതയെ നമുക്ക് കാണുമായിരിക്കും. അതായിരിക്കും എന്തായാലും അതല്ല ഇതൊരു അച്ചീവ്മെൻറ്റ്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഓരോ പേപ്പറിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പിന്നെ നമ്മുടെ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് കൃത്യമായി എല്ലാം ശരിയായി. ഇനി നെക്സ്റ്റ് നമ്മൾ വേറൊരു പദ്ധതിയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങളെൻ്റെ ചക്കര കടയൊക്കെ എടുത്തത് എനിക്ക് ഇന്നലെ കാണിക്കുന്നത് നേരത്തെ വേണ്ട ഇനാഗ്രേഷന് തന്നെ കാണിക്കാൻ നിങ്ങളെ ഒരു അടിപൊളി ഇനാഗ്രേഷനൊക്കെ നടത്തി നമ്മൾ ഒരുമിച്ച് നിങ്ങൾ പറ്റുന്നവരൊക്കെ എൻ്റെ എറണാകുളത്തുള്ളവരാണെങ്കിലും ദൂരെയുള്ളവരാണെങ്കിലും എൻ്റെ കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഈ ഒരു ഫോം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ പേരും എങ്കിലും ഇവിടെ എത്തണം. നിങ്ങൾക്കും കാണാം, നിങ്ങളുടെയും കൂടെയാണ്, എൻ്റെ മാത്രമല്ല, ഒരിക്കലും എൻ്റെ മാത്രമല്ല, എൻ്റെ പേര് മാത്രമേ ഉള്ളൂ. എല്ലാം എൻ്റെ മഹാലക്ഷ്മികളായ എൻ്റെ നല്ല സുഹൃത്തുക്കളുടെയാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുഖം കാണാതെയാണ് എന്നെ സഹായിച്ച. പേര് പറയാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ പേര് പറയണം എനിക്ക് തോന്നിപ്പോകുന്നു. മഹാലക്ഷ്മികൾ ശരിക്കും മുഖം കാണാതെ പോലും സഹായിച്ച്. എന്തുകൊണ്ടായിരിക്കും സഹായിച്ചത്? എനിക്ക് രാത്രി ഞാൻ ഉറങ്ങാതെ ചിന്തിച്ച് ഇത്രയൊക്കെ മനുഷ്യരെ വിശ്വസിക്കുമെന്ന് അപ്പോൾ ശരിയാണ്, എല്ലാം ഒരു വിശ്വാസത്തിലാണ് അല്ലേ? വിശ്വാസത്തിലാണ് ഏറ്റവും നമുക്കൊരു എല്ലാ ബന്ധങ്ങളിലും വിശ്വാസത്തിനാണ് പ്രാധാന്യം. അത് നിങ്ങളുടെ അടുത്തുനിന്ന് എനിക്ക് നേടാൻ പറ്റിയത് എനിക്ക് തോന്നുന്നില്ല വേറൊരു യൂട്യൂബർക്ക് ഇത്ര സപ്പോർട്ട് കൊടുക്കുമെന്ന്. ഒരു രൂപ പോലും എനിക്ക് വിഷമിക്കേണ്ടി വന്നില്ല. എൻ്റെ ഒരു കാര്യത്തിന് പോലും എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടിരുന്ന സിംഗു എല്ലാം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് കരച്ചിൽ വരികയാണ്. എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്ത ഫെയിമിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതേപോലെ നിങ്ങളോട് ഓരോരുത്തരും പറയാൻ ഇത് നന്നായിട്ട് വിജയിച്ച് ഇനി അടുത്തടുത്ത് നമുക്ക് എല്ലാ ജില്ലയിലുമൊക്കെ ഇടാം. കുറേ പേർക്ക് തൊഴിലാവുമല്ലോ. എല്ലാവരും പറയത്തേ ഉള്ളൂ, ഞാൻ പ്രവർത്തിച്ച് കാണിക്കുകയാണ്. വീട്ടമ്മമാർക്ക് വേണ്ടി മാത്രം. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാം, ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് സ്ത്രീകൾക്ക്. ആരും ജോലി കൊടുക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഞാൻ കൂടുതൽ ഇത് കൊടുക്കത്തുള്ളൂ, അവസരങ്ങൾ കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഞാനും വിഷമിച്ചിട്ടുണ്ട്. നമ്മൾ 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ എടുത്ത് വീട്ടിൽ നിന്ന് എല്ലായിടത്തു നിന്നും എടുത്ത് കളയേണ്ട ഒരു ഉപകരണം പോലെ. അത് പാടില്ല. 40 വയസ്സ് കഴിഞ്ഞവർക്ക് ഞാൻ ആദ്യം അവർക്കേ കൊടുക്കത്തുള്ളൂ. കാരണം അവർക്കാണ് പൈസ അത്യാവശ്യം അല്ലേ? അതുകൊണ്ട് ഞാൻ അവർക്കേ കൊടുക്കത്തുള്ളൂ. മാന്യമായ സാലറി ഞാൻ കൊടുക്കും. നിങ്ങൾ കണ്ടോ? അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളും അവരെ മനസ്സ് തണുക്കുന്ന വിധം, അല്ലാതെ എല്ലാം കിട്ടി എൻ്റെ കീശയിലടിച്ച് ഞാൻ വലിയ വീടും മേടിച്ച് കാറും വെച്ച് പിന്നെ പറത്തി അതൊന്നും എനിക്ക് ഈ ഭൂമിയിൽ എനിക്ക് മനസ്സമാത്തൊരു സന്തോഷത്തോടെ നല്ല രീതിയിൽ എനിക്ക് എല്ലാവരുടെ സ്നേഹത്തോടെ ഇതേപോലെ എനിക്ക് ജീവിച്ചാൽ മതി ചക്കരകളെ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളോട് ഓരോരുത്തരോടും നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് കമൻ്റ് ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം കേട്ട വീഡിയോയുടെ താഴെ വന്നിട്ടിരിക്കുന്ന കമൻ്റ് ഉണ്ടല്ലോ, ഞാൻ കമൻറ്റ് വായിച്ച് സുഖിക്കുവാണ് ചക്കരകളെ. സന്തോഷം കൊള്ളുകയാണ് കമൻറ്റ് വായിച്ചിട്ട് കേട്ടോ. സന്തോഷം. എനിക്ക് ഒരു ബൂസ്റ്റ് അടിച്ചാലും ഏത് ഗ്ലൂക്കോസ് കയറ്റിയാലും ഇത്ര എനർജി കിട്ടത്തില്ല. നിങ്ങൾ വരുന്ന കമൻറ്റ് എൻ്റെ അത്ര വലുതാണ്, അനുഗ്രഹമാണ്. അത് എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് തന്ന, എൻ്റെ ദൈവം ഭഗവാൻ നാരായണൻ എനിക്ക് തന്ന, എൻ്റെ ദൈവം എല്ലാ മതസ്ഥരായ ആൾക്കാരും എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്ത മുസ്ലിംസും ക്രിസ്ത്യൻസുമാണ് കേട്ടോ. പിന്നെ എല്ലാവരോടും എന്ന് വെച്ചാൽ എല്ലാവരോടും ഉള്ളവർക്കല്ലേ സഹായിക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും ഞാൻ പറയാം, അത് സഹായിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന് അതിരുകളില്ല, സഹായത്തിനും അതിരുകളില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. വിശ്വാസമാണല്ല. ആ വിശ്വാസം ഞാൻ കണ്ട് എൻ്റെ ജീവിതത്തിൽ. നന്ദി കേട്ടോ എല്ലാവരോടും. നന്ദി പറഞ്ഞാൽ ശരിയല്ല. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങൾ എന്നോടൊപ്പം എന്നും ഉണ്ടാകണം കേട്ടോ. എൻ്റെ കയ്യിൽ എന്തെങ്കിലും അറിവില്ലായ്മ വന്നാൽ പോലും നിങ്ങൾ എനിക്ക് തിരുത്തി തരണം. അങ്ങനെയല്ല സിംഗു, ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തല കുനിച്ച് മാത്രമേ നിൽക്കത്തുള്ളൂ. ഇപ്പം നിൽക്കുന്ന ഇതേപോലെ തന്നെ സിംഗു നിൽക്കത്തുള്ളൂ കേട്ടോ. ഇതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടാകത്തില്ല. ഓക്കെ, എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല. ഓക്കെയാണോ ചക്കരകളെ? ഒരുപാട് സന്തോഷം. എല്ലാവർക്കും സമ്പൽ സമൃദ്ധി നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. ഒരു കുഞ്ഞ് സ്വർണത്തിൻ്റെയോ അല്ലെ വെള്ളിയുടെയോ സാധനമെങ്കിലും നിങ്ങൾ മേടിക്കണമായിരുന്നു. പക്ഷേങ്കിൽ ഞാനിത് പറയാൻ വിട്ടുപോയി. ഞാൻ ഒരു മുക്കൂത്തി വാങ്ങിയായിരുന്നു. ഞാനത് നിങ്ങളെ കാണിച്ചു തരാവേ. കാരണം എനിക്ക് അങ്ങനെ വിശ്വാസമില്ല എങ്കിൽ പോലും പൂർവികരായിട്ട് നമുക്ക് തന്നൊരു കാര്യമല്ലേ അക്ഷയ തൃതീയയ്ക്ക് എന്തെങ്കിലും മേടിക്കണമെന്ന്. അപ്പം ഞാൻ
ഓക്കേടാ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. എന്തെങ്കിലും വിധത്തിൽ വീഡിയോ ഒക്കെ കുറഞ്ഞു പോയാൽ നിങ്ങൾ ഓർത്തോണം, സിംഗമ്മ ബിസിയാണ്. ഇനി ഞാൻ ഇതിൻ്റെ പ്രാരംഭ നടപടികൾ അവസാന റണ്ണിങ്ങിലാണ്, അതൊക്കെ കാണിച്ചു തരാം. മിഷണറിയൊക്കെ കാണണം ചക്കരകളെ, ഭയങ്കര പൈസയുടെ ഇതിനൊക്കെ. ദൈവമേ, ഇതൊക്കെ ഞാൻ എൻ്റെ ലൈവിൽ ആദ്യം കാണുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാമായിട്ട് പിന്നെ ഇനി നെക്സ്റ്റ് കാണാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്തടുത്ത ആഴ്ചകളിലൊക്കെ ഓരോന്നും കാണാം. ഇനി ഇതിനൊരു ആഡൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ നല്ല ആഡൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഡയറക്ടർ ബാദുഷയാണ് ചെയ്യുന്നത്, ബാദുഷ, മഞ്ജു ബാദുഷ, അവരെ കൊണ്ടാണ് നമ്മളൊരു ഇത് പരസ്യം ചെയ്യിപ്പിക്കാൻ ഓർത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുകയാണ് നമ്മൾ വലിയ സെറ്റപ്പിലായി ചക്കരകളെ കേട്ടോ. ഓക്കെ, താങ്ക് യു.